നിങ്ങൾ മക്കൾ കരയുമ്പോൾ ഫോൺ കൊടുക്കാറുണ്ടോ? 2 വീഡിയോ ഞാൻ കാണിച്ചു തരാം, രണ്ടും നിങ്ങൾ കാണണം. ഹായ്, ഇതെൻ്റെ മോഹയാൻ. ഒരു സ്കൂളിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലെ പറഞ്ഞു അവർക്ക് സ്കൂളിൽ അറ്റ്ലീസ്റ്റ് അവൻ അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കണമെന്നുള്ളത് അവർ പറഞ്ഞിട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഇപ്പോൾ പോയപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കൊച്ചു കരയുമ്പോഴത്തേക്ക് എടുത്ത് മൊബൈൽ കൊടുക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. 1 to 4 വരെ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരുപാട് മാതാപിതാക്കൾക്ക് അറിയാത്ത കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യണം. അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുകയോ സംസാരിച്ചില്ലയോ എന്നുള്ള വിഷയമല്ല. പകരം നമ്മൾ ഫോൺ എടുത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ആ ഫോൺ കാർട്ടൂണിൻ്റെ ഇത് കണ്ട് 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 ഓട്ടിസത്തിലോട്ട് പോകും. രണ്ടാമത്തേത്, അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ആംബുലൻസ് വന്നായിരുന്നു. എല്ലാ ക്ഷമ മരിച്ചു പോയിരുന്നു ഗൈസ്. കൊണ്ട് ഗൈസ് ആംബുലൻസ്. രണ്ടും നമ്മോട് പറയുന്ന ചില സത്യങ്ങളുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും ഫോൺ കൊടുക്കരുത്. നമ്മൾ കാണുന്നത് പോലെയല്ല അവർ പലതും കാണുന്നത്. നമ്മൾ മനസ്സിലാക്കും പോലെയല്ല അവർ പലതും മനസ്സിലാക്കുന്നത്. കുട്ടികളിൽ ഫോൺ ഉപയോഗിക്കാനുള്ള താല്പര്യം സൃഷ്ടിക്കുന്നത് നമ്മളാണ്. നമ്മൾ മക്കളുടെ മുമ്പിൽ എപ്പോഴും ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കും കൗതുകമാണ് എന്തോ ഫോണിൽ കാര്യമായിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ അത് കുറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ഫോൺ ഉപയോഗം കുറയും. നമ്മൾ എന്താണോ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് കുട്ടികൾ കാണുന്നതും. നമ്മൾ അതിനും നിയന്ത്രണം വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടി നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും.